നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൂവയെയാണ്. ധനുമാസത്തിലെ തിരുവാതിര നാളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവം തന്നെയാണ് കൂവ. തിരുവാതിര നോമ്പ് നോറ്റ സ്ത്രീകൾ കൂവ പായസം കഴിക്കണം എന്നതും നിർബന്ധമാണ്. മാരൻഡേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം മാരൻഡ അരുഡിനോസിയ എന്നാണ്. സംസ്കൃതത്തിൽ ഇതിനെ തുകക്ഷീരി എന്നാണ് നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇംഗ്ലീഷ് ഇതിനെ ഏരോറൂട്ട് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതിന് പിന്നീടൊരു കാരണം കൂടിയുണ്ട്. പണ്ട് കാലത്തെ യുദ്ധങ്ങളിൽ അമ്പെയ്ത് കഴിഞ്ഞാൽ മുറിവുണ്ടായാൽ ആ മുറിവ് ഉണങ്ങുവാനും പിന്നീടുള്ള വിഷബാധ തടയുവാനും ഈ കൂവയുടെ നീര് ആ മുറിവിൽ പരട്ടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ കൂവയെ ഏരോറൂട്ട് എന്ന് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിൽ കൃഷി ചെയ്യപ്പെടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഒന്നാണ് കൂവ. വളരെ ചൂടുള്ള സ്ഥലത്തും ഈർപ്പമുള്ള സ്ഥലങ്ങളിലുമാണ് കൂവ കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നത്. കൂവ കിഴങ്ങിൽ നിന്ന് കിട്ടുന്ന നീരിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കൂവപ്പൊടി ഉണ്ടാക്കുക എന്നതാണ് കൂവ കൃഷിയുടെ പ്രധാന ലക്ഷ്യം. ഏകദേശം ഒരു 2 അടിയോളം നീളത്തിലാണ് ഈ കൂവ വളരാറുള്ളത്. ഇതിൻ്റെ ഇലകൾ വളരെ നീളമുള്ളതും അഗ്രം കൂർത്തിട്ടുമാണ് ഇരിക്കുക. ചില പ്രത്യേക ഇനം ശലഭങ്ങളുടെ ലാർവകൾ ഇതിൻ്റെ ഇല തിന്ന് നശിപ്പിക്കാറുണ്ട്. കന്നുകാലികളുടെ ഇഷ്ടവിഭവമാണ് കൂവയുടെ ഇല. ഇതിൻ്റെ പൂക്കൾ വെള്ള നിറത്തിൽ കൂട്ടമായി കാണപ്പെടുന്നു. കൂവയുടെ കിഴങ്ങാണ് ഔഷധയോഗ്യമായ ഭാഗം. വിദേശ ഇനത്തിൽപ്പെട്ട ബിലത്തിക്കൂവ, നാടൻ കൂവ, നീലക്കൂവ, മഞ്ഞക്കൂവ, കുഴിക്കൂവ എന്നിവയാണ് വിവിധ ഇനങ്ങളിൽപ്പെട്ട കൂവകൾ. നീലക്കൂവയുടെ ഇല മഞ്ഞളിൻ്റെ ഇലയോട് സാദൃശ്യമുണ്ട്. അതുപോലെ ഇതിൻ്റെ കിഴങ്ങ് ഏകദേശം ഇഞ്ചിയെ പോലെയാണ്. നീലക്കൂവ മുറിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നീല നിറം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെ നീലക്കൂവ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ കാരണം. കൂവപ്പൊടി അന്നജത്താൽ സമൃദ്ധമാണ്. 28% വരെ അന്നജവും 2 മുതൽ 3% വരെ നാരും ഈ കൂവപ്പൊടിയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂവക്കിഴങ്ങും കൂവപ്പൊടിയും നല്ലൊരു ആഹാരം കൂടിയാണ്. കൂവപ്പൊടി വ്യാവസായിക ആവശ്യങ്ങൾക്കായിട്ടും ഉപയോഗിച്ചു വരാറുണ്ട്. ബിസ്ക്കറ്റ്, കേക്ക്, ഐസ്ക്രീം, ഹലുവ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഫേസ് പൗഡറിൽ പോലും ഈ കൂവപ്പൊടി അടങ്ങിയിട്ടുണ്ട്. അന്നജം വേർതിരിച്ചെടുത്ത ഈ കൂവക്കിഴങ്ങ് കാലികൾക്കും കോഴികൾക്കും തീറ്റയായിട്ടും വളമായിട്ടും ഉപയോഗിച്ചു വരാറുണ്ട്. കൂവക്കിഴങ്ങ് അരച്ചെടുത്ത് നീരിൽ നിന്നും ശേഖരിക്കുന്നതാണ് കൂവപ്പൊടി. ആ കൂവപ്പൊടിയുടെ തെളിവെള്ളം ശക്തമായൊരു കീടനാശിനി കൂടിയാണ്. മൂത്രാശയ രോഗങ്ങൾക്കും ദഹനക്കേട്, വയറിളക്കം എന്നീ അസുഖങ്ങൾക്കും കൂവ നല്ലൊരു ഔഷധം കൂടിയാണ്. കൂവയുടെ കൂടുതൽ ഔഷധ മൂല്യങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. കൂവ ഈ തിരുവാതിരയ്ക്ക് കൂവ പായസം കഴിക്കാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. നമ്മുടെ കേരളത്തിലൊരു സാംസ്കാരികമായ ചടങ്ങാണ് ഈ കൂവ പായസം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ നമ്മുടെ തിരുവാതിര കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പോഷകമായ സ്വാദിഷ്ടമായൊരു ഭോജ്യമാണ് ഈ കൂവ. ഈ കൂവ കുട്ടികൾക്ക് അതിൻ്റെ കൂവപ്പൊടി കലക്കി പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ന്യൂട്രീഷനാണ്, നല്ല ഫലമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ മൂത്രച്ചൂടിലാണ്. ഈ മൂത്രം ചുടുക്കന് മൂത്രം ചൂടോ എന്ന് പറഞ്ഞ അസുഖമുണ്ട്. അത് ആണുങ്ങൾക്കായാലും സ്ത്രീകൾക്കായാലും ഈ കൂവപ്പൊടി കഷായം വെച്ചിട്ട് അല്ലെങ്കിൽ പാലിൽ കലക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ദിവസേന കഴിച്ചു കഴിഞ്ഞാൽ മൂത്രച്ചൂട് ഉണ്ടാവില്ല. പിന്നെ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അസ്ഥിസ്രാവം എന്ന് പറഞ്ഞ രോഗമുണ്ട്. അതിൽ ഈ കൂവ ഒരു 10 ഗ്രാം ദിവസേന പാലിൽ കലക്കിയിട്ട് അതിൽ ലേശം നെയ്യും ചേർത്തിട്ട് കഴിക്കുക, ലേശം പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച കഴിച്ചാൽ അതിന് നല്ല ഫലം കിട്ടും. പിന്നെ ഇത് ഈ വെറുതെ കഴിക്കുന്നതല്ല, ക്ഷീണം മാറ്റാൻ ഏറ്റവും നല്ല സാധനമാണ്. ഇതിന് ഞങ്ങൾ പിത്തശമനം എന്നാണ് പറയുക. ശരീരത്തിൽ ചൂടിനെ കുറയ്ക്കും. അപ്പോൾ ഈ വേനൽക്കാലത്ത് ശരീരം ചൂടാവുന്ന ആൾക്കാർ, അതുപോലെ ഈ തൈറോയിഡ് രോഗം ഉണ്ടായിട്ട് ശരീരം എപ്പോഴും ഹീറ്റായിരിക്കുന്നൊരു സമയമുണ്ട്. അതുപോലെ തന്നെ ഈ മെനോപോസൽ സ്റ്റേജിൽ ആർത്തവം നിന്ന സ്ത്രീകൾക്ക് ശരീരം ചൂടാവുന്ന കണ്ടീഷനിൽ ഈ കൂവയുടെ ദിവസേന കൂവ പായസം ഉണ്ടാക്കിയിട്ടോ കൂവ പാലിൽ കലക്കിയിട്ടോ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഫലമാണ്.